ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ താമരവർഷ സാറിൻ്റെ കെയർ ഓഫിൽ 2-3 സിനിമ ചെയ്ത ഡയറക്ടറും അതിനോടൊപ്പം തന്നെ തിരക്കഥയൊക്കെ എഴുതുന്ന 2 പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ GCയുടെ ഒരു ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ ഒരു 10 പ്രൊജക്റ്റിലൊരു പാർട്ടാണ് മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ മാത്രം ഒരു സിനിമ എടുക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനമുണ്ട്, 10-28 സംസ്ഥാനങ്ങളും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മോഹം തന്നെയാണ്. അപ്പോൾ അതിന് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വിവിധ മേഖലയിലുള്ള സിനിമയിൽ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ഇതിലൂടെ കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ മാത്രം ഏകദേശം ഒരു വർഷം 10-200 സിനിമ നടക്കുന്നു. അതിൽ വിജയിക്കുന്നത് ഒരു 10-20 സിനിമ മാത്രമാണ്, ബാക്കിയെല്ലാം പരാജയത്തിലാണ്. അപ്പോൾ ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ വർഷവും വലിയൊരു തുകയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പല ആൾക്കാരെയും കിടപ്പാടം നഷ്ടപ്പെടുകയും അത്തരം മേഖലയിലേക്ക് പുതിയ പുതിയ ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ഈ മേഖലയിലുള്ള ചില പ്രോബ്ലംസും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ GCD അതിൻ്റെ പോംവഴി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാർക്ക് പണം നഷ്ടപ്പെടാതെ നല്ല നല്ല പടം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മൾ ഈ GCDയുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അതിനാദ്യ പ്രൊജക്റ്റ് എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇത്തരം മീറ്റിംഗ് എല്ലാം നമ്മൾ കൂടിയത്. ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ പല പല ചർച്ചകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രീനെ നഷ്ടം വരാതെ രക്ഷപ്പെടുത്താൻ പറ്റും, അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാരുടെ കാര്യം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് അറിയാവുന്ന ചില വരുമാന സാധ്യതകളൊക്കെ ഈ ഡയറക്ടേഴ്സോ അല്ലെ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. എന്നാലും അത് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ GCD ടോക്കൺ, അതായത് ക്രിപ്റ്റോ കറൻസിയിൽ നമ്മുടെ GCD ടോക്കൺ ഫിസിക്കൽ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രൊജക്റ്റിലേക്കും നമ്മൾ ഏഞ്ചൽ ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചൽ ഫണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ഇത്തരം പ്രൊജക്റ്റിലേക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് അവർക്ക് നൽകുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഏതെങ്കിലും തരത്തിൽ തിയേറ്ററിലെത്തി 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിവരം അറിയും. അത് 1 കോടി ആയിക്കോട്ടെ, 100 കോടി ആയിക്കോട്ടെ, എത്ര കോടിയാണെങ്കിലും ഒരാഴ്ച കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയും. നഷ്ടമാണെങ്കിൽ മൊത്തം നഷ്ടമായിപ്പോകും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ തന്നെ GCDയുടെ ബാനറിൽ നമ്മൾ സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടോക്കൺസ് കൊടുക്കും. അപ്പോൾ അത്തരം ടോക്കൺസ് കൊടുക്കുന്ന വഴി അവർക്കുള്ള നേട്ടം, അതായത് നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റത്തിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു 10 കോടിയുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ 10 കോടി ഒരു ആൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഒരാൾക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അത്രമാത്രം ചെയ്യും. അപ്പോൾ അത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ എഫോർട്ട് കുറയും. അപ്പോൾ അത് അവർക്ക് അതിൻ്റെ ലാഭവിഹിതം നല്ല രീതിയിൽ കിട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ ഫണ്ടിൽ നിന്ന് ടോക്കൺ കിട്ടുക വഴി അവരുടെ മെച്ചം എന്ന് പറയുന്നത് ആ ടോക്കണിന്റെ മൂല്യം വർദ്ധിച്ച് വലിയൊരു അസറ്റായിട്ട് മാറുകയും അതിനോടൊപ്പം തന്നെ നമ്മളുടെ 10ഓളം പ്രൊജക്റ്റിന്റെ ലാഭവിഹിതം കൂടി ഈ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. അതാണ് ഏഞ്ചൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏഞ്ചൽ ഫണ്ടിന് നമ്മൾ ഏകദേശം 150 കോടി ടോക്കണാണ് 150 കോടി ടോക്കണാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ 150 കോടി ടോക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, റിസോർട്ട് പദ്ധതിയും
അതിനോടനുബന്ധിച്ച് മറ്റെല്ലാ വ്യവസായങ്ങളിലേക്കും ഉള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ടായിട്ട് അതിൻ്റെ ടോക്കൺ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഏഞ്ചൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് തത്തുല്യമായിട്ടുള്ള ടോക്കൺ കൊടുക്കുകയും പ്രൊജക്റ്റിന്റെ 30% ലാഭവിഹിതം കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പൊ നമ്മുടെ ഏത് പ്രൊജക്റ്റ് ചെയ്താലും GCDയുടെ ടോക്കൺ എടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അതിന്റെ ലാഭവിഹിതം കിട്ടും. അവരുടെ ടോക്കന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലാഭവിഹിതം കിട്ടും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോടികളുടെ നഷ്ടം ആർക്കും വരുന്നില്ല. അല്ലെങ്കിൽ അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ നഷ്ടം വരുന്നില്ല. കാരണം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടോക്കൺ അതിന്റെ മൂല്യം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ എമൗണ്ടും വർദ്ധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊജക്ടിന്റെ ലാഭവിഹിതം അവർ ഇൻവെസ്റ്റ് ചെയ്യണതിന്റെ ആനുപാതികമായിട്ട് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് മാത്രമല്ല, അതുകൂടാണ്ട് മറ്റു പ്രൊജക്ടിന്റെ ലാഭവിഹിതം കൂടി കിട്ടുന്ന സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ ചെയ്യണതിന്റെ കാരണം ഏതൊരു വ്യവസായം അതെന്തും ആയിക്കോട്ടെ, അഗ്രികൾച്ചറൽ ഫാമിംഗ് ആയിക്കോട്ടെ, ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു വ്യവസായം ആയിക്കോട്ടെ. അപ്പൊ ഈ വ്യവസായം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് നഷ്ടം വന്നാൽ അത് വലിയ നഷ്ടം തന്നെ. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വന്നെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ തൊഴിലവസരങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. ഇപ്പോൾ ഒരു സിനിമ തന്നെ എടുക്കുകയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റ് ആയിക്കോട്ടെ, വലിയ ബഡ്ജറ്റ് ആയിക്കോട്ടെ, അതിന് മിനിമം ഒരു 30 സ്റ്റാഫ് മുതൽ അല്ലെങ്കിൽ 30 ടീം അംഗങ്ങൾ മുതൽ ചിലപ്പോൾ 150, 200, 500, 1000 പേര് വരെ പങ്കെടുക്കുന്ന സിനിമ ഉണ്ടാവും. അപ്പൊ ഈ 1000 പേര് പങ്കെടുത്താലും അല്ലെങ്കിൽ 100 പേര് പങ്കെടുത്താലും ആ 100 കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് അതിനകത്ത് കിട്ടുകയാണ്. അപ്പൊ വ്യവസായങ്ങളാണെങ്കിലും എല്ലാ വ്യവസായവും തന്നെ, അതായത് വ്യവസായം നല്ല രീതിയിൽ നടക്കുമ്പോഴേ അതിനകത്ത് ജോലി കൊടുക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാനും അതുവഴി അവരുടെ വീട് കുടുംബം പട്ടിണി ഇല്ലാണ്ട് പോവുകയും ചെയ്യും. അപ്പൊ വ്യവസായങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മളുടെ ഈ GCD എന്നുള്ള കൺസെപ്റ്റില് വ്യവസായശാലകൾ സ്ഥാപിക്കാനും ആ വ്യവസായങ്ങളിലൂടെ, അതേത് വ്യവസായമാണ്, അതിലൂടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനും ഇൻവെസ്റ്റേഴ്സിന് ₹1 പോലും നഷ്ടസാധ്യതയില്ലാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ തൊഴിലവസരം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരും വരും. ഇപ്പൊ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. സാധാരണപ്പെട്ട ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ പ്രൊജക്റ്റിൽ പങ്കാളിത്തം കിട്ടത്തില്ല. അപ്പൊ സാധാരണപ്പെട്ട വ്യക്തികൾക്കും ഈ പങ്കാളിത്തം കിട്ടുക വഴി അവർക്ക് കൂടുതൽ ലാഭകരമായിട്ടുള്ള സമ്പത്ത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ GCDയിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സിനിമ ഇൻഡസ്ട്രി ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് ലോകത്തെല്ലാവരും കാണുന്നതാണ് സിനിമ. ആ സിനിമ ഏത് രീതിയിൽ നിർമ്മിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഇത്രയും സംസ്ഥാനവും ഇത്രയും ഭാഷയുള്ളപ്പോൾ എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കും അതിലെ ലോകത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മൂവി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നഷ്ടസാധ്യതകൾ വരും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ പുതിയ ഒരു സിസ്റ്റം, ഇന്ന് വരെ ആരും നടപ്പിലാക്കാത്ത പുതിയ ഒരു സിസ്റ്റമാണ് GCD നടപ്പിലാക്കാൻ പോകുന്നത്. അതുവഴി ഫിലിം ഇൻഡസ്ട്രിയെ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനും ആ മേഖലയിലുള്ള ആൾക്കാർക്ക് മിനിമം ടോക്കൺസ് കൊടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിനയ ജീവിത കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിനകത്തുള്ള ടെക്നീഷ്യന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാലും അവർക്കൊക്കെ ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പൊ നിരവധി ആൾക്കാർ സിനിമ ചെയ്യാനില്ല, അല്ലെങ്കിൽ സീരിയൽ ചെയ്യാനില്ല. പല ആൾക്കാരും തട്ടുകട വരെ നടത്തുന്ന സംഭവങ്ങളുണ്ട്. ഒരു സമയത്തൊക്കെ അവർ നല്ല രീതിയിൽ അവർ ഷൈൻ ചെയ്ത ആൾക്കാരാണ് ആ മേഖലയിൽ. എന്നാൽ പിന്നീട് സിനിമകളും സീരിയലും കിട്ടാണ്ട് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് മറ്റൊരു തൊഴിലിന് പോകാനും സാധിക്കാതെ വരുന്ന ആ ചുറ്റുപാട് അത് നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ അതെല്ലാം മറന്നുകൊണ്ട് തട്ടുകടയും അതുപോലെ ചില പരിപാടിയൊക്കെ അവരുടെ സാമ്പത്തികം അനുസരിച്ച് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ മേഖലയിലുള്ള ആൾക്കാരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി ബിസിനസ് എന്ന് പറയുന്നത് വെറുതെ ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റം മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു അസറ്റായിട്ട് മാത്രം കണക്കൂട്ടി ചെയ്യുന്ന കാര്യമല്ല. ഇതിനെ നമുക്ക് വ്യാപാര വ്യവസായങ്ങളിലെ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ലാഭവിഹിതങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. വരും വർഷങ്ങളിൽ നമ്മുടെ പ്രവർത്തനം ഓരോ രാജ്യത്തും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും. അതിൻ്റെ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യ രാജ്യവും അതേപോലെ തന്നെ മറ്റു രാജ്യക്കാരും നമ്മളെ സ്വാഗതം ചെയ്യും. ഇന്ന് ക്രിപ്റ്റോ കറൻസി ദുബായിലെല്ലാം ലൈസൻസ് കൊടുത്തു, അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ലൈസൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ 2027 ആകുമ്പോൾ UAE ക്രിപ്റ്റോയുടെ ടവർ തന്നെ വരുന്നുണ്ട്. അതായത് ആ ഒരു ടവറിൽ പല പല രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസികൾ, കോയിൻസ്, ടോക്കൺസ് എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവർ സാലറി മുതൽ പല രീതിയിലുള്ള പർച്ചേസും അവർ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ദീർഘവീക്ഷണമുള്ളതുകൊണ്ടാണ് അവരതെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിലും ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് ലോകത്ത് 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് അവതരിപ്പിച്ചിട്ടുള്ള കമ്പനിയാണ് GCD ടോക്കൺ. അപ്പോൾ GCD ടോക്കൺ വരും കാലഘട്ടത്തിൽ അല്ല ഓരോ സമയവും നമ്മൾ അതിൻ്റെ അടിത്തറ പാകിക്കൊണ്ട് ഓരോ ബിസിനസ്സിനും വേണ്ടിയിട്ടുള്ള അടിത്തറ പാകിക്കൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 2030 ആകുമ്പോൾ നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രൊജക്റ്റുകൾ റൺ ചെയ്യാൻ തുടങ്ങും. 2035 ആകുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോയിൽ തന്നെ ഏറ്റവും മൂല്യമുള്ള കറൻസിയായിട്ട് GCD ടോക്കൺ മാറുകയും ചെയ്യും. അതിന് ലോകത്ത് ആരും ചെയ്യാത്ത ബിസിനസ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഓരോന്നിനും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ GCD മാർട്ടാണെങ്കിലും ആ GCD മാർട്ടിൻ്റെ പല കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏകദേശം 125 കമ്പനികളോളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഓരോ ഘട്ടങ്ങളിലേക്കും കടക്കുന്നതോടെ അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിലേക്കും കടക്കുന്നതോടെ തന്നെ ഈ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അതായത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് വരുമാനം എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ GCDയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പേര് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യങ്ങളും വികസിത രാജ്യമായിട്ട് മാറുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ രാജ്യക്കാരും ചെയ്യുമ്പോൾ നമുക്കും അതിനകത്ത് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാവരും എല്ലാ രാജ്യക്കാരുമായിട്ട് ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല പല സംഭവ വികാസങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനത്തിനെ പല തെറ്റുകളും ശരികളും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് മാത്രമല്ല, നമുക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു അതിനെ ഇവിടെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അതിനൊരു ഉന്നമനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ പറഞ്ഞ ഓരോരോ നമ്മുടെ പ്രൊജക്റ്റും അതിൻ്റെതായിട്ടുള്ള തുടക്ക സമയമാണ്. നല്ല നല്ല സിനിമകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു.